അപ്പം അതുപോലെ ഈ പ്രാവശ്യവും നമ്മളുടെ വീഡിയോ പ്ലേറ്റിനകത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ണിയെ കാണുമ്പോൾ അറിയില്ലേ ഊരിലെ പഞ്ഞ എന്ന് പറയുന്ന പോലെ എന്നെയും ജസ്റ്റിയും കാണുമ്പോൾ ആർക്കും മനസ്സിലാവുമല്ലോ നമ്മൾ ഭക്ഷണം കണ്ടാൽ വിടുകയില്ലാത്ത ടീംസാണെന്ന്. നമ്മൾ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. എൻ്റെ പൊന്നിലിറ്റി ഇതുവരെ നിർത്താറായില്ലേ നിങ്ങൾ ചോദിക്കുന്ന കാണും. നമ്മൾ അന്നത്തെ ലാസ്റ്റ് ദിവസത്തെ വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഓർത്ത് എന്നാണെങ്കിലും ഷൂട്ട് ചെയ്തതല്ലേ, എനിക്ക് കളയാനും തോന്നിയില്ലെന്നേ, അങ്ങനെ ഇട്ടതാണ് കേട്ടോ. അപ്പം അതുപോലെ നമ്മുടെ ജേടുകൂട്ടൻ എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി തീർത്ത് നേരെ വിട്ടുപോയി. പുള്ളി നേരത്തെ തന്നെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നേരെ എന്താ പറയുന്നത് റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വന്നത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ സ്വിമ്മിംഗ് പൂളിൽ പോയി കേട്ടോ. പിള്ളേരുടെ സ്വിമ്മിംഗ് പൂൾ സെപ്പറേറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കൊച്ചിന് ഭയങ്കര ആഗ്രഹം ലാസ്റ്റ് ഡേ ഒന്നുകൂടെ സ്വിമ്മിംഗ് പൂളിൽ ചാടണമെന്ന്. സത്യം പറഞ്ഞ് ഇവിടെ ഉള്ളവർക്ക് ഇപ്പോൾ അറിയാം ഇവിടുത്തെ ചൂടിൻ്റെ അവസ്ഥ. നല്ല പൊള്ളുന്ന തീ പാറുന്ന വെയിലെന്ന് തന്നെ പറയാം. സ്വിമ്മിംഗ് പൂളിൽ ചെന്നപ്പോൾ നമ്മളെക്കാളും നട്ടഭ്രാന്തുള്ള വേറെ മനുഷ്യരും ഉണ്ടെന്നുള്ള മനസ്സിലായി. അങ്ങനെ കുറേ നേരം ജേഡ് സ്വിമ്മിംഗ് പൂളൊക്കെ കളിച്ചു. ഇത് ഔട്ട്ഡോർ ആയതുകൊണ്ട് തന്നെ ഞാനും ജസ്റ്റിനും കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. ഒരു തണലത്തൊക്കെ ഇരുന്നെങ്കിൽ ഒരു പരുവായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും ജസ്റ്റിനും തീരുമാനിച്ചു ബാറിൽ കയറിയേക്കാന്ന്. അങ്ങനെ ചാടി ബാറിൽ കയറി. കുടിക്കലെന്ന് പറഞ്ഞ ടീമൊക്കെ എന്താ ബാറിലെന്നായിരിക്കും അല്ലേ. ബാർലി വെള്ളമല്ലാതെ വേറെ വെള്ളങ്ങളും കിട്ടുമെന്ന് നോക്കാൻ പോയത്. ഞാൻ നോക്കിയപ്പോൾ ലിക്വിഡും എന്താ പറയുന്നത് ജിന്നും എന്തോ വിസ്കിയും വോഡ്ക എന്ന് വേണ്ട ഏതാണ്ടെല്ലാം കുറേ പേര് കണ്ടു. പക്ഷെ അതല്ല നമ്മൾ കഴിക്കുന്ന സാധനമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 കോക്ടെയിലൊക്കെ വാങ്ങിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ജേടുക്കൂട്ടനും വന്നു. ശരീരം തണുപ്പിക്കണ്ടേ, എന്നെങ്കിലും വേണ്ടേ, അങ്ങനെ കയറുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിൽ പോയി ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. ജസ്റ്റ് മുഖത്ത് തേച്ചേക്കുന്ന സൺസ്ക്രീൻ തുടച്ച് കളയുന്നതാണ് ആ കാണുന്നത്. അങ്ങനെ എല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി ചെക്കൗട്ടിന് വേണ്ടി നമ്മൾ റെഡി ആയി കേട്ടോ. അങ്ങനെ റൂമിനോടൊക്കെ നമ്മൾ ബൈ പറഞ്ഞു. ജേടുവിൻ്റെ നമ്നമിനെയൊക്കെ പെറുക്കി കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 ദിവസത്തെ സഹവാസത്തിന് ശേഷം നമ്മൾ അലൈനോട് വിട പറയുകയാണ്, ഹോട്ടലിനോട്. ഞാൻ പറഞ്ഞില്ല അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എന്താ പറയുന്നത് വില്ലയിലായിരുന്നു താമസിച്ചതെന്നുള്ളത്. അങ്ങനെ ഫൈനലി റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സാധാരണ എവിടെയെങ്കിലും താമസിക്കാൻ പോയ 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് അതിനോട് ബൈ പറയാൻ ഭയങ്കര വിഷമമായിട്ട്. പക്ഷേ ഈ പ്രാവശ്യം ഇവിടുന്ന് എന്തോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. അത് തന്നെയല്ല, ചെന്ന് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ തൊട്ട് ജോലി തുടങ്ങും. അതിൻ്റെ ടെൻഷനല്ല, അതുകൊണ്ടാണോ അറിയത്തില്ല, എന്തോ ഇവിടുന്ന് എനിക്ക് ബൈ പറഞ്ഞപ്പോൾ വലിയ സങ്കടമൊന്നും ഇല്ലായിരുന്നു. അതല്ലേലും നമ്മൾ ചെല്ലുന്നിടം വീണിടം വിഷ്ണുലോകം എന്ന് പറയുന്ന പോലെ എൻ്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ അലൈനോട് ബൈ പറയണം. ഇതാണ് അലൈൻ കേട്ടോ. അലൈൻ കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ കൂടെ ഒക്കെ പോകുന്നവരില്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ അലൈനിൽ ഇച്ചിരി ഹരിതാപവും പച്ചപ്പും കൂടുതലാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ കാണുന്ന അലൈനിൽ തന്നെ പോകണം. നമുക്ക് ഭയങ്കര ഇഷ്ടം അലൈന് പോകാൻ വേണ്ടിയിട്ട്. സിറ്റി ലൈഫിനോടൊക്കെ ഒരു ബൈ പറഞ്ഞ് കുറച്ച് ദിവസമൊക്കെ മാറി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം അലൈനാണ്. ഈ വീഡിയോ കാണുമ്പോൾ അലൈനിലുള്ള കുറച്ച് നമ്മുടെ ഫ്രണ്ട്സ് പറയും അലൈന് വന്നിട്ട് വിളിച്ചില്ല കണ്ടില്ല എന്ന്. ഇത് തികച്ചും എന്താ പറയുന്നത് പേഴ്സണലായിരുന്നുകൊണ്ടും കുറച്ച് നമ്മൾ എന്താ പറയുന്നത് ഫാമിലിയൊക്കെ ആയിട്ട് കുറച്ച് എന്താ പറയണ്ടേ ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ട് ആരെയും വിളിച്ച് പറഞ്ഞതും ആരുടെ അടുത്തും വരാഞ്ഞാണ്. സദയം ക്ഷമിക്കുക, അടുത്ത പ്രാവശ്യം നമ്മൾ എല്ലാവരെയും കാണുന്നതായിരിക്കും. അങ്ങനെ അലൈനിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഓർത്ത് തന്നെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മോളിലും കൂടെ കയറിയേക്കാന്ന്. അമ്പലത്തിൽ കയറി തേങ്ങ ഉടയ്ക്കുന്നതാണല്ലോ പതിവ്. അങ്ങനെ നമ്മളവിടെ കയറിയത് അൽജിമി മോളിലായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അൽജിമി മോള് പകുതി പാർഷ്യലി ക്ലോസ്ഡ് ആയിരുന്നു. നമ്മൾ കയറിയ ഉടനെ തന്നെ സെഫോറയാണ് ഞാൻ കണ്ടത്. പക്ഷെ അവിടെ ഒന്നും കയറിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ജസ്റ്റിക്ക് ജീൻസൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അമേരിക്കൻ ഈഗിൾസിൽ കയറി. അവരുടെ അമേരിക്കൻ ഈഗിൾസിൻ്റെ ഒരു ഷോപ്പിൽ അവിടെ ഭയങ്കര പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് 1-2 എന്തോ ടീഷർട്ട്, ജീൻസ് ഒന്നും എടുത്തില്ലെന്ന് തോന്നുന്നു. ഒരു ജീൻസ് 1-2 ടീഷർട്ടും ഒക്കെ എടുത്തു. പിന്നെ അവിടെ ഒരു ജ്യൂസ് കടയോ ചായ് ടൈമോ അങ്ങനെ അവിടെയോ കയറിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. ഞാൻ പറഞ്ഞില്ല അത് പാർഷ്യലി ക്ലോസ്ഡ് ആണ്, അധികം ഷോപ്സ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. പിന്നെ എന്തോ നമ്മൾ ഷോപ്പിങ്ങിനോടൊന്നും വലിയൊരു എന്താ പറയുന്നത് ഒരു ഉത്സാഹം തോന്നിയില്ല. ഇത് കണ്ടോ അലയിൽ ഹരിതാപവും പച്ചപ്പും മാത്രമല്ല നല്ല ഒന്നാന്തരം മരുഭൂമിയുണ്ട്. ഏതോ സിനിമയിലെ ജഗതി പറഞ്ഞ പോലെ ഈ വനം മുഴുവൻ ഫോറസ്റ്റ് ആണല്ലോ എന്ന് പറയുന്ന പോലെ ഈ ഡെസേർട്ട് മുഴുവൻ മരുഭൂമിയാണല്ലോ എന്ന് അപ്പം ഞാൻ ഓർത്തുപോയി. ഒരു സൈഡ് മുഴുവൻ ഡെസേർട്ടും മറ്റേ സൈഡിൽ മൊത്തം മരങ്ങളും. സൂപ്പർ മരുഭൂമി അല്ലേ. അല്ല ജസ്റ്റിക്ക് കുടിക്കാനും തിന്നാനും വായി വെച്ചും പെറുക്കി തരാണോ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഒത്തിരി ഇരുത്താൻ പറ്റുമല്ലോ ഇപ്പൊ കിട്ടിയനല്ലോ. എന്റെ വില മനസ്സിലാക്കിക്കോ കേട്ടോ. ഞാനേ ഉള്ളു ഇങ്ങനെയൊക്കെ തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ലോങ് ജേർണി ആണല്ലോ ഷോർട്ട് ജേർണി ആണല്ലോ വണ്ടിയെ കയറി അപ്പം ജസ്റ്റ് തുടങ്ങും എനിക്ക് ജ്യൂസ് പൊട്ടിച്ചതാ, എനിക്ക് അത് ഇതാ എന്നൊക്കെ പറഞ്ഞിട്ട്. പൊട്ടിച്ചില്ലേലും പറഞ്ഞില്ലേലും ഞാൻ ചെയ്ത് വായിലൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. നിങ്ങളും അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മൾ എന്താ പറയുന്നത് ഡ്രൈവിംഗ് സീറ്റിലല്ല ഇപ്പുറത്തിരിക്കുന്ന ഭാര്യമാരുടെ ഒരു ഡ്യൂട്ടി ആണെന്ന് തന്നെ എനിക്ക് തോന്നും. ഇങ്ങനത്തെ ചിപ്സ് വായിൽ വെച്ച് കൊടുക്കുക, പെപ്സിയൊക്കെ പൊട്ടിച്ചു കൊടുക്കുക, ഡ്രിങ്ക്സ് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളല്ല അല്ലേ. മുഴുവൊന്നും ലീക്കായില്ല.
നമ്മൾ ആ ഷോപ്പിംഗ് മോളിൽ നിന്ന് വാങ്ങിച്ച ഡ്രിങ്ക്സൊക്കെ കുടിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സ്നാക്സും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഡ്രൈവ് ചെയ്തിങ്ങി പോന്നു. അതല്ലെങ്കിൽ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഈ ഉച്ച സമയത്തൊക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉച്ച കഴിഞ്ഞു നമുക്ക് നന്നായിട്ട് ഉറക്കമൊക്കെ വരുമല്ലോ. അതുകൊണ്ട് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഞങ്ങളുടെ ടിപ്സാണ് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങ് പോരുക. പിന്നെ എന്നോട് പ്രത്യേകിച്ച് വർത്താനം പറയണമെന്ന് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. വായിൽ വെള്ളം ഒഴിച്ചിരുന്നില്ലെങ്കിൽ മാത്രം ഞാൻ മിണ്ടായിരിക്കുള്ളൂ, അല്ലാത്ത സമയത്ത് മുഴുവൻ മിണ്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ ജേടുകൂട്ടൻ നല്ല സൂപ്പറായിട്ട് ഉറങ്ങി അവൻ്റെ നമിനെയൊക്കെ കെട്ടിപ്പിടിച്ച്. ജസ്റ്റ് കിട്ടണമെങ്കിൽ ഒരു വഴിയില്ല ജസ്റ്റ് മോനെ കേട്ടോ. ജസ്റ്റ് പറയുമ്പോൾ എടി ആ വെള്ളം ഇങ്ങെടുത്തേ, എടി ജ്യൂസ് എടുത്തേ, എടി എൻ്റെ പേഴ്സ് എടുത്തേ, എടി എൻ്റെ കാർ എടുത്തേ. ഡ്രൈവറിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഈ ടിപ്പർ ലോറിയിൽ ഇരിക്കുന്ന ആൾക്ക് കിളിയെന്ന് പറയും, കാറായിരിക്കുന്ന ആൾ കിളിയൊന്നുമല്ല. എന്നാ വേണ്ടേ? പിടിച്ചോണ്ടിരിപ്പാണല്ലോ എൻ്റെ മെയിൻ പരിപാടി. അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് അരാമാക്സിൻ്റെ ഓഫീസിൽ കയറണമെന്ന് പറഞ്ഞു ജസ്റ്റ്. ആ വരവ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായ വരുന്ന സാധനം ജസ്റ്റ് എനിക്ക് ഓർഡർ ചെയ്ത് തന്നു കേട്ടോ. എനിക്കുള്ള തരം ഉണ്ടോ? തന്നേക്കൂ. കൊച്ച് ഇന്ത്യൻ പ്രസിഡന്റ് ആകുമ്പോൾ എല്ലാ വീട്ടിലും കറണ്ടല്ല ശരിയാകും. ഇപ്പം ഇന്ത്യൻ പ്രസിഡന്റ് ആവുന്ന സമയത്ത് എല്ലാ വീട്ടിലും കറണ്ട്, എല്ലാ വീട്ടിലും AC ആണ്. നമ്മുടെ ജേട് വിഭാവനം ചെയ്യുന്ന ഇന്ത്യ. അത് മാത്രമല്ലോടാ, Roblox account free for everybody, right? No. Police. പോലീസോ? Specialized police. So when, so they can wake up at the night and they can kill the murderers. With like some hidden cameras. എന്നാ പറഞ്ഞേ? Specialized police. So they can kill the murderers. അപ്പൊ തന്നെ കില്ല് ചെയ്യാം അല്ലേ? ഷൂട്ട് അറ്റ് സൈറ്റ്. കൊള്ളാം. എനിക്ക് ആദ്യത്തെ മോനെ ഫസ്റ്റ് വൺ അമ്മ ഇഷ്ടപ്പെട്ടു കേട്ടോ. I will keep every old people, give every old people water every day. Daily. വെള്ളം കൊടുക്കുവോ? Because they will forget water. And I'll also make a place for the animals to cool down. അവർക്ക് AC ആണോ? നമ്മളെ അബുദാബി മാടി വിളിക്കുകയാണ്. നമ്മൾ അബുദാബിക്ക് തിരിച്ചു വന്നു സുഹൃത്തുക്കളെ, തിരിച്ചു വന്നു. പണ്ട് നമ്മൾ ഇതായിരുന്നു അബുദാബി സിറ്റി അല്ലേ ചേച്ചി? അതെ, ഇപ്പോഴും ഇത് തന്നെ. എവിടെയാന്ന് ചോദിച്ചാൽ അബുദാബി ജംഗ്ഷനിലാന്ന് ഞാൻ പറയാം എല്ലാവരോടും. നമ്മൾ അബുദാബി ജംഗ്ഷനിലോട്ട് തിരിച്ചു വന്നു. കുറച്ച് ദിവസം അബുദാബിയിൽ നിന്ന് പോയതെന്ന് തോന്നുന്നേ ഇല്ല കേട്ടോ. അൽവാദാമോളൊക്കെ അവിടെ ഇരിപ്പുണ്ടോ എന്തോ.